ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ഗീതു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തനിക്കൊരു നാശമായിട്ടില്ലെന്നും തന്നെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല എന്നും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ആകെ തകർന്നു പോയിട്ടോ. ഇത്രയും നാൾ ഗീതു വിചാരിച്ചുകൊണ്ടിരുന്നത് ഗോവിന്ദനാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നാശമായി വന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗോവിന്ദനും അതുപോലെ ഗോവിന്ദൻ്റെ കൂട്ടുകാരനും കൂടെ ചേർന്നാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതെന്നുള്ളതാണ്. അതങ്ങനെയല്ല, മറിച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ഗീതു നടുങ്ങിപ്പോയി. ആ ഗീതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിമിഷം അങ്ങനെ സ്തംഭിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഗോവിന്ദ് സാറിനെ അത്രത്തോളം വെറുക്കുകയും കുറ്റപ്പെടുത്തുകയും അത്രത്തോളം പഴിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ മനുഷ്യൻ നിരപരാധിയാണെന്നും ആ മനുഷ്യൻ്റെ നിരപരാധിത്വം തെളിയുകയും ചെയ്താൽ ഗീതു എന്ത് ചെയ്യും? ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഗീതുവിനാണെങ്കിൽ പിന്നെ ഈ ഒരു സത്യം, അതായത് കിഷോറുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെപ്പറ്റി സാറിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. അതിനിയും സാർ അറിയാതിരുന്നാൽ ആകെ വിഷയമാകുമെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ ഗീതു അങ്ങനെ അങ്ങ് തീരുമാനിച്ചങ്ങ് ഇറങ്ങിച്ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കേട്ടാൽ ഞെട്ടുന്നതായ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ വിഷമിച്ച് നിരാശയോടുകൂടി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദും അതുപോലെ മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിനോട് ഒരിക്കലും ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുത് എന്നുള്ള കാര്യമാണ് കൂട്ടുകാരനോട് ഗോവിന്ദ് പറഞ്ഞത്. ഇനി ഒരിക്കലും ഗീതു തൻ്റെ അരികിലേക്ക് സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കി സ്നേഹം ഭാവിച്ച് വരാൻ പാടില്ല, അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ട് വരാൻ പാടില്ല. അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളായി മാറി ഗീതു. അതുപോലെ തന്നെ ഗീതുവിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളായി മാറി അമ്മ. അവർക്കിടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ എൻ്റെ അമ്മയെ കരയിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഗീതുവിനോട് നീയായിട്ട് ഇനി സത്യങ്ങളൊന്നും പറയരുതെന്നും പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഗീതു നിൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നതെന്ന് ചോദിച്ചു മഹേഷ്. ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ഉണ്ടായതാണ്, പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ കിഷോർ നമ്മുടെ മഹേഷ് ഗോവിന്ദനോട് പറയുക. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ഗീതു ആണെങ്കിൽ റൂമിൽ പോയി ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുക കേട്ടോ, പഴയ കാര്യങ്ങൾ. അതായത് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയപ്പോൾ തൊട്ട് അപ്പോൾ ഗോവിന്ദും ഗീതുവും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ജീവിതത്തെ പറ്റി, അതുപോലെ തന്നെ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഗോവിന്ദൻ ഗീതുവിൻ്റെ കാല് പിടിച്ചു പറഞ്ഞത് ഞാനിതിൽ നിരപരാധിയാണ്, ഞാനിതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അങ്ങനെ കാല് പിടിച്ചു വന്ന ഗോവിന്ദനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് താൻ ഇനി എൻ്റെ ജീവിതത്തിൽ ആരുമല്ല എന്ന് ഗീതു പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. ഗീതു ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ ഗോവിന്ദനോട് ചോദിച്ചു, നീ ഇപ്പം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ നിനക്ക് ഗീതുവിനെ അങ്ങനെ എന്നേക്കുമായി തള്ളിക്കളയാനായിട്ട് കഴിയുമോ? ഗീതുവിനെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കഴിയണം, എനിക്ക് കഴിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയണം. എൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ ഇനി അവൾ വേണ്ട, അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരാളല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനും ആകെ സങ്കടമായിട്ടോ. ഗീതുവിൻ്റെ കാര്യത്തിൽ ആകെ ധർമ്മസങ്കടത്തിലായല്ലോ എന്നുള്ളൊരിതായിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ മഹേഷും. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും മഹേഷും കൂടെ പിരിഞ്ഞു. ഈ സമയത്ത് ഗോവിന്ദ് പറയുന്ന ആ ഒരു തീരുമാനം എന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയോടുകൂടി അപർണികയും രഘുറാമും കൂടെ ഇങ്ങനെ നിൽക്കുക. എന്തായാലും അവർ പോസിറ്റീവായിട്ടൊരു മറുപടിയെ പറയുകയുള്ളൂ, ഒരിക്കലും നെഗറ്റീവായിട്ട് പറയില്ല എന്നുള്ള കാര്യം രഘുറാം ഇങ്ങനെ പറയുമ്പോൾ മകള് പറഞ്ഞു, അച്ഛാ അങ്ങനെ നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഗീതുവിനെയും ഗോവിന്ദ് സാറിനെയും എനിക്ക് വിശ്വാസമാണ്, പക്ഷേ അവിടെ പ്രശ്നക്കാരനായിട്ട് ഒരേ ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, ഗോവിന്ദ് സാറിൻ്റെ അനിയൻ വരുണാണെന്ന് പറഞ്ഞു. അയാൾ അന്ന് തന്നെ ഈ ഒരു പ്രപ്പോസലിനോട് വളരെ വിരുദ്ധമായിട്ടാണ് പെരുമാറിയതെന്നും അയാൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലെന്നും അതുകൊണ്ട് മനസ്സായി വന്ന് ഇവരെ പറഞ്ഞ് തിരിപ്പിക്കാനുള്ള സാധ്യതകൾ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ മോള് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ബിസിനസ് കാര്യങ്ങളിൽ നല്ലതായ രീതികളിൽ മാത്രമാണ് ഗോവിന്ദ് ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ബിസിനസ്സിലെ ലാഭമുള്ള ഒരു കേസാണെങ്കിൽ മറ്റാരുടെയും വാക്ക് കേട്ടെന്ന് വരില്ല, ഗോവിന്ദ് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അത് മാത്രമല്ല ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഗീതുവിൻ്റെ ആ ഒരു സജഷൻസും തേടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. എന്തായാലും മോള് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ, അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോകാമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടി ഇതും പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദിനോട് ക്ഷമ പറയാനായിട്ട് ഗീതു ഒരുങ്ങി നിൽക്കുന്നത്. അങ്ങനെ ഗോവിന്ദ് ദേ പോയി റെഡിയായി ഡ്രസ്സൊക്കെ മാറി പിറ്റേ ദിവസം ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് സാറെന്ന് പറഞ്ഞു വിളിച്ചു.
ഗോവിന്ദ് ഇങ്ങനെ നിന്നു. എന്താണെന്ന് ചോദിച്ചപ്പം എനിക്ക് ഗോവിന്ദ് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു ഗീതുവിനോട് ഗോവിന്ദ്. എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ പറയരുത്, എനിക്ക് പറയാനുള്ളത് സാറ് കേട്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് പിന്നെ സാറ് ഈ ഒരു കേസിൽ ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് ഇന്നലെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. സാറ് തെറ്റ് ചെയ്തുവെന്നും കിഷോറും സാറും ഒരുപോലെ തെറ്റുകാരാണെന്നും വിശ്വസിച്ചാണ് ഞാൻ ആ രീതിയിലൊക്കെ സംസാരിച്ചത്. സാറ് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ്, ഇപ്പോഴാണോ നിനക്ക് ബോധം ഉദിച്ചതെന്ന് ചോദിച്ചു. നിന്നോട് കാല് പിടിച്ചാവുന്നത്ര ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അന്ന് നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇനി നിൻ്റെ ഒരു ക്ഷമാപണവും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ. നിൻ്റെ കാല് ഞാൻ പിടിക്കാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ, സാർ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു ഗീതു. ഞാൻ സാറിനോട് പറഞ്ഞതും ചെയ്തു പോയതുമായ എല്ലാ തെറ്റുകൾക്കും സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് സാർ ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ മുന്നിൽ കൈകൂപ്പി കാല് പിടിച്ച് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് സമസ്താപരാധം പറഞ്ഞ ഗീതുവിനെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങിപ്പോവുക. നീ എന്ന വ്യക്തിയോട് യാതൊരു കോംപ്രമൈസിനും ഞാനില്ല. നീ എന്ന വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. നിന്നെ എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ സങ്കടവും നിരാശയും കൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും. അപ്പോൾ ഗീതുവിൻ്റെ ഭാഗത്ത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഗീതു ഇരുന്ന് കരയുന്നത്. കാരണം സാർ അന്ന് കാല് പിടിച്ച് പറയാൻ വന്നിട്ട് ഗീതു അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പിന്നെ ഗീതു കരഞ്ഞല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഗീതു ആ ഒരു നിരാശയുടെ പടവുകളിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, കണ്ണീരും കയ്യും ഒക്കെ ആയിട്ട്. അപ്പോൾ ഗീതു അങ്ങനെ കരച്ചിലായിട്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഇറങ്ങിപ്പോന്നു. ഗോവിന്ദ് ഇറങ്ങിപ്പോന്നെങ്കിലും ഗോവിന്ദൻ്റെ ഉള്ളു മുഴുവൻ ഗീതുവിൻ്റെ സങ്കടങ്ങളും അല്ലെങ്കിൽ ഗീതു പറഞ്ഞ ആ ഒരു ക്ഷമയും ഇതൊക്കെയാണ്. പക്ഷെ ഗീതുവിൻ്റെ മുന്നിൽ അതൊന്നും അംഗീകരിച്ച് കൊടുക്കാനായിട്ട് ഗോവിന്ദന് കഴിയില്ല. അങ്ങനെ എങ്ങാനും അംഗീകരിച്ച് കൊടുക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറിയാതെ തന്നെ മനസ്സ് കൈവിട്ട് ഗീതുവിലേക്ക് പോയാലോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഗോവിന്ദന് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഗീതു ഇനിയിപ്പോൾ അങ്ങോട്ട് ഗോവിന്ദൻ്റെ മുന്നിൽ തുളുമ്പുന്ന അല്ലെങ്കിൽ സ്നേഹം വിടരുന്ന ഭാര്യയായി മാറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനുകളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. എന്തായാലും ഇനി അങ്ങോട്ട് ഗോവിന്ദൻ്റെ മുന്നിൽ രാധികയുടെ ചതി തുറന്ന് കാണിച്ചു കൊടുക്കുക, അതുവഴി ഗോവിന്ദൻ ഗീതുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക, അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന കഥയിൽ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.